റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുങ്ങുന്നതായി സൂചന. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കും. 20 ഇന സമാധാന നിർദ്ദേശങ്ങളും ഡോണസ്ക് മേഖലകളിൽ നിന്ന് സൈനികരെ പിൻവലിക്കാം എന്നും യുക്രൈൻ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച. ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി വേണം ഐസൻ. അശ്വതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം ഒരു സമാധാനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നടന്നിരുന്നു. ഒരു 28 ഇന സമാധാന നിർദ്ദേശം ട്രംപ് മുന്നോട്ട് വെച്ചത് അവസാനം ഒരു 20 ഇന സമാധാന നിർദ്ദേശമായി അന്തിമ രൂപം നൽകിയിരിക്കുകയാണ് യുക്രൈൻ. ഏതാണ്ട് ഈ സമാധാന നിർദ്ദേശത്തിന് ഒരു അംഗീകാരം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്, ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി നമുക്കറിയാവുന്നതാണ് ഡോൺബാസ് മേഖലയിലും ഡൊണസ്കിലും എല്ലാം തന്നെ ഉണ്ടായിരുന്ന സൈനിക വിഭാഗങ്ങളെ പിൻവലിക്കാനുള്ള നീക്കത്തിന് തയ്യാറാണ് എന്ന് വളരെ കൃത്യമായി സെലൻസ്കി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇക്കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈ ഡൊണസ്ക് മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ കിഴക്കൻ ഡൊണസ്ക് മേഖലയിൽ നിന്നെല്ലാം തന്നെ കൃത്യമായ സൈനിക പിന്മാറ്റം യുക്രൈൻ നടത്തുകയും ചെയ്തിരുന്നു. അതൊരു സൂചനയായി തന്നെ കണക്കാക്കുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തുറക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായതും നാളെ ഒരു പക്ഷേ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എങ്കിലും ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതോടുകൂടി കുറെ കൂടി അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയും അത്തരത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമ്പോൾ ഈ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് നീങ്ങാവുന്ന തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ പ്രതീക്ഷയോടെയാണ് സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ചയെ ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര നിരീക്ഷകരും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് തയ്യാറാണ് എന്ന് അറിയിക്കുമ്പോഴും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഉറപ്പാക്കണം, സൈനിക പിന്തുണ ഉറപ്പാക്കണം എന്ന ആവശ്യവും യുക്രൈൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാറ്റോ സഖ്യത്തിൽ അംഗത്വം ലഭിക്കുന്ന നടപടികളും അതുപോലെ തന്നെ സൈനിക പിന്മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും റഷ്യ നിർദ്ദേശിച്ചതാണ്. ഈ രണ്ട് കാര്യങ്ങളിലും, അതായത് നാറ്റോ അംഗത്വ നീക്കത്തിൽ നിന്നും പിന്തിരിയാമെന്നും സൈനിക പിന്മാറ്റത്തിനുള്ള ഏതാണ്ടൊരു തയ്യാറെടുപ്പിനേക്കുള്ള ഒരു നീക്കവും യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ തുടർ ചർച്ചകൾ എങ്ങനെയുണ്ടാകുമെന്ന് നാളത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനത്തിലെത്താൻ സാധിക്കുക. അശ്വതി.